ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷമാവുന്ന ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പം മച്ചാന്മാർ നമ്മൾ FFൽ വരും ദിവസങ്ങളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബ്ലഡ് മൂൺ ഇവൻ്റെ ഭാഗമായിട്ട് നമുക്കെല്ലാവർക്കും കൺഫേം ആയിട്ട് കിട്ടാവുന്ന റിവാർഡ്സിനെ കുറിച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൻ്റ് വരാൻ പോകുന്ന ഡേറ്റും കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ അധികം നല്ല നല്ല റിവാർഡ്സ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗ്ലൂ വാൾ സ്കിൻ ഉണ്ട്, ഗൺ സ്കിൻ ഉണ്ട്, ബണ്ടിലുണ്ട്, അങ്ങനെ കുറേ അധികം റിവാർഡ്സ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ FFൽ കുറേ ആൾക്കാർ കാത്തിരുന്ന ബ്ലാക്ക് ടീഷർട്ടിനെ കുറിച്ചുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. വൈറ്റ് ടീഷർട്ട് ആൻഡ് ബ്ലാക്ക് ടീഷർട്ടിൻ്റെ റിങ് ഇവൻ്റ് 100% കൺഫേം ആയിട്ട് നമ്മൾ FFൽ വരാൻ പോകണം. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ടും ഒരു ഇവൻ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് പിക്ക് ചെയ്തിട്ടുള്ള ടോപ്പ് പല കമൻറ്റുകൾക്കുള്ള ആൻസർ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ അധികം റെഡിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ഭാഗത്തായിട്ടാണ് ഈ റെഡിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് കോഡ് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത്, അപ്പോൾ ഞാൻ ആ പ്ലേ സ്റ്റോറിൻ്റെ ഐക്കൺ പോലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെക്കൻഡ് കോഡ് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ടും, തേർഡ് കോഡ് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ ഭാഗത്ത്, അത് ലാസ്റ്റ് കോഡ് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ടോട്ടലായിട്ട് ഇന്നലത്തെ ഒറ്റ വീഡിയോ വഴി, ഓക്കെ, അപ്പോൾ ഇന്നലത്തെ അല്ല, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വീഡിയോ വഴി വീഡിയോ വഴി തന്നെ 4 കോഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡിയും കോഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഒക്കെ കണ്ടു കേട്ടോ. അപ്പോൾ റെഡിയും കോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാരണമൊക്കെ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഡെയിലി റെഡിയും കോഡ് കൊടുക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ചാനലും കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന ടൈമിൽ ഹൈപ്പ് ബട്ടനോട് കൊടുക്കാൻ പറ്റുന്നവർ അതുകൂടി ഒന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 700 ലൈക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ 700 ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് റെഡിയും കോഡ് വരുന്നത് ആര് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമുക്കിന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഇവന്റിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ ഹീറോ തീമിലാണ് റിംഗ് ഇവന്റ് ആട്ടോ. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സ് റിംഗ് ഇവന്റ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ യൂണിവേഴ്സ് ടോക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു ഐറ്റം, നല്ലൊരു ബണ്ടിലൊക്കെ എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ബണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ്. അപ്പോൾ ന്യൂ ഒരു സൂപ്പർ ബണ്ടിലും ഉണ്ട് വരുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 ബണ്ടിൽ കൂടുതൽ ഒരു റിംഗ് ഇവൻ്റ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാവുന്നതാട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ FFൽ കുറേ ആൾക്കാർ കുറേ നാളായിട്ട് കാത്തിരുന്നൊരു ഐറ്റം തന്നെ ബ്ലാക്ക് ടീഷർട്ട് ആൻഡ് വൈറ്റ് ടീഷർട്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിംഗ് ഇവൻ്റ് നമ്മൾ FFൽ ഉടൻ തന്നെ വരാൻ പോകണം. അപ്പോൾ എന്തായാലും ഇവൻ്റ് 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവൻ്റ് ഇനി ക്യാൻസൽ ആവാൻ ചാൻസിൽ എന്തായാലും ഇവൻ്റ് വരാൻ പോവാണ്. അപ്പോൾ അത്ര ഡേറ്റിൻ്റെ കാര്യത്തിലാണ് തീരുമാനം ആവാത്തത് കേട്ടോ. ഒരു വർഷം നമുക്ക് ഇവൻ്റ് നോക്കണം ഈ മന്ത് തന്നെ, ആഗസ്റ്റ് മന്ത് തന്നെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പാച്ച് അപ്ഡേറ്റിൻ്റെ ടൈമായിട്ടുള്ള സെപ്റ്റംബർ മന്തിൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പം ഈ മന്ത് അല്ലെങ്കിൽ സെപ്റ്റംബർ മന്തിലായിട്ട് നമുക്ക് ബ്ലാക്ക് ടീഷർട്ടിൻ്റെ ഒരു റിംഗ് ഇവൻ്റ് നമ്മുടെ FFൽ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് ബ്ലാക്ക് ടീഷർട്ടിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ മെയിൻ കണ്ടന്റ് ആണ്. അപ്പം മച്ചാന്മാരെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മൾ FFൽ വരും ദിവസങ്ങളിൽ തന്നെ നമ്മളെ ബ്ലഡ് മൂൺ ഇവൻ്റ് നമ്മുടെ FFൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കലണ്ടറും കാറിലൊക്കെ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ വരുന്ന 21-ാം തീയതി ആട്ടോ. അപ്പോൾ ഈ മാസം 21-ാം തീയതി മുതൽ നമ്മുടെ ബ്ലഡ് മൂൺ ഇവൻ്റ് നമ്മുടെ FFൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ 21-ാം തീയതി തന്നെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയൊരു ബാക്ക് സ്കിന്നിൻ്റെ ഇവൻ്റ് ആണ് നമ്മളെ FFൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു മിനി ഇവൻ്റ് ആവട്ടോ. അപ്പോൾ എന്തായാലും മിഷൻസ് കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്ന ബാക്ക് സ്കിന്നാണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നത് കേട്ടോ. സംഭവം എന്തായാലും വെറൈറ്റി ആയൊരു ഐറ്റം നമുക്ക് പറയാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടാവുന്ന ഒരു ഐറ്റം നോക്കുകയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഗൺ സ്കിന്നാണ്. ഓ മാനീസ് അതുപോലെ തന്നെ കുറേ അധികം വോയിസ് പാക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വോയിസ് പാക്ക് മാക്സിമൈസ് നമുക്ക് ട്രയലായിട്ട് ആക്കാനും, പക്ഷേ ഗൺ സ്കിന്ന് പെർമനൻ്റ് ആട്ടോ. ഇപ്പോൾ ഗൺ സ്കിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്കിൻ ഫിഷർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് കിട്ടാൻ പോകുന്നത്. ആട്രിബ്യൂട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സിംഗിൾ ഡാമേജ്, ഡബിൾ റേഞ്ച് നമുക്ക് ഓൾറെഡി ഇത് ഫ്രീ ആയിട്ട്
തന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നി നമ്മുടെ വെപ്പൺ റോയിലൂടെ വന്ന ഒരു ഐറ്റാണ് തോന്നുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എങ്കിൽ പോലും നമുക്കിത് ഫ്രീ ആയിട്ട് ആ ടൈമിൽ എടുക്കാൻ പറ്റാത്തവർക്ക് എന്തായാലും ഇതെന്തായാലും വെർത്തായിട്ട് മാറും. അപ്പോൾ അതിന് നെക്സ്റ്റ് ആയിട്ട് ഒരു സർബേർഡ് സ്കിന്ന്. അപ്പോൾ എന്തായാലും ഇത് കിട്ടാൻ പോകുന്ന സെപ്റ്റംബർ 1-ാം തീയതി. അത് ഈ തീമിലാൻ്റെ ഐറ്റാണ്, നല്ല കിഡിലും സർബേർഡ് സ്കിന്നാണ്. അപ്പോൾ അത് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ, നമുക്ക് ജീപ്പിൻ്റെ ഒരു കിഡിലോസ്കല്ല സ്കിന്ന്, ഒരു മോൺസ്റ്റർ ലുക്കല്ല സ്കിന്ന് കിട്ടാൻ പോകുന്നത്. അതും ഫ്രീ ആയിട്ട് എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് രക്ഷയില്ല, കിഡിലും ജീപ്പിൻ്റെ സ്കിന്നാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഡെക്കൻ്റെ ഒരു സ്കിന്ന് കിട്ടുന്നുണ്ട്, എഫക്റ്റും കാലൊക്കെ ഉള്ള ഒരു കിഡിലെ ഡെക്കൻ്റെ സ്കിന്ന്. അതുപോലെ തന്നെ നമ്മൾ കുറേ ആൾക്കാർ കാത്തിരിക്കുന്ന നമ്മളെ ബ്ലാക്ക് വൗച്ചർ, നമ്മൾ റിങ് വൗച്ചറും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്നൊരു ഐറ്റം നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ ഫ്രീ ആയിട്ട് കിട്ടുമോ ചോദിച്ചിട്ടുണ്ടെന്നൊരു ഐറ്റം നമ്മൾ ഗ്ലൂ വാൾ സ്കിന്ന്. അപ്പോൾ അത് 100% കൺഫേം ആയിട്ട് ഒരു കിഡിലോസ് കാലറി ഗ്ലൂ വാൾ സ്കിന്നാണ് നമ്മളെ ബ്ലഡ് മൂൺ ഇവൻറ്റിലൂടെ കിട്ടാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അതിന് നെക്സ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്ന ഒരു ഐറ്റം നോക്കുക ബണ്ടിൽസ് ആണ്. അപ്പോൾ ഈ ബ്ലഡ് മൂൺ ഇവൻറ്റിലൂടെ നമുക്ക് എന്തൊക്കെ റിവാർഡ്സ് ആണ് തരാൻ പോകുന്നത്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ റിവാർഡ്സ് എന്നൊരു ഇവൻറ്റ് നമുക്ക് ഈ അടുത്തൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കുറേ അധികം റിവാർഡ്സ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രെയിം കിട്ടുന്നുണ്ട്. അതിന് വോയിസ് പാക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതിന് വോയിസ് പാക്ക്, ഇതിൻ്റെ പോസ്റ്റാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു സംഭവം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വോയിസ് പാക്ക് മാക്സിമം നമുക്ക് ട്രെയിലായിട്ട് അങ്ങനെ പെർമനൻ്റ് ആയിട്ട് കിട്ടാൻ സാധ്യത കുറവാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേ അധികം റിവാർഡ്സ് ആണ് നമുക്ക് ഈ ബ്ലഡ് മൂൺ ഇവൻറ്റിലൂടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ വരുന്ന 21-നായിട്ട് 21-ാം തീയതിയാണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അന്ന് മുതൽ തന്നെ ഫ്രീ ഇവൻറ്റും കാലം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ 21-ാം തീയതി തന്നെ നമുക്കൊരു ഫെഡറൽ വീൽ ഇവൻറ്റ് കൺഫേം ആയിട്ടുണ്ട്. തന്നെ ഇന്നലത്തെ വീട്ടിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാൻ പോകുന്നൊരു അറൈവൽ ആനിമേഷൻ ആട്ടോ, ഒരു കിഡിലോസ് കാലൊരു അറൈവൽ ആനിമേഷനാണ് ഈ ഫെഡറൽ വീൽ ഇവൻറ്റിലൂടെ വരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വരുന്ന 23-ാം തീയതി ഒരു യൂണിവേഴ്സൽ റിംഗ് ഇവൻറ്റ് വരുന്നുണ്ട്. ഒരു കിഡിലെ നല്ലൊരു യൂണിവേഴ്സൽ റിംഗ് ഇവൻ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരാമെന്ന ഐറ്റം നോക്കുകയാണെങ്കിൽ നമ്മുടെ സോംബി സാമുറായ് ബണ്ടിലൊക്കെ റിട്ടേൺ വരാൻ പോവാണ്. അത് തന്നെ ന്യൂ ആയിട്ട് നമ്മുടെ സോംബി ബണ്ടിൽ, ഓക്കെ, സാമുറായ് ബണ്ടിൽ, അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കിഡിലനാല് ഒരു യൂണിവേഴ്സ് റിംഗ് ഇവൻ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെ ഇതിൽ എഡിഷൻ കോഡൊക്കെ ഉണ്ടാകുമ്പോൾ അത് തന്നെ നിങ്ങൾ പ്രൈം ലെവൽ 8 and 7 ഒക്കെ ഉള്ള ആൾക്കാരാണ് എയർലി ആക്സസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് 21-ന് തന്നെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആവും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ വരാവുന്ന മറ്റൊരായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ കോഡ് ഉണ്ടാവും, സ്പെഷ്യൽ എഡിഷൻ കോഡ് ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ടാവും. അതുപോലെ തന്നെ നമുക്കിതിൽ കുതിരൻ്റെ സ്കിന്ന്, ന്യൂ ആയിട്ടൊരു കുതിരൻ്റെ സ്കിന്നൂടി ഇതിലൂടെ വരുന്നുണ്ട്. ഒരു കിഡിലൻ സ്കിന്നാട്ടോ, ടെറർ ലുക്കൊക്കെ നല്ലൊരു സ്കിന്നൂടി വരുന്നുണ്ട് കുതിരൻ്റെ. അപ്പം നല്ലൊരു യൂണിവേഴ്സൽ ഇവൻ്റാണ് ഈ വരുന്ന 23-ന് വരാൻ പോകുന്നു. പക്ഷേ നമുക്കിതിൽ നമ്മളെ സോംബി സാമുറായ് ബണ്ടിൽ അല്ല നമ്മളെ സാമുറായ് ബണ്ടിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ അധികം ഡയമണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കുറഞ്ഞതൊരു 3000 ഡയമണ്ടൊക്കെ വേണ്ടി വരും എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. കുറഞ്ഞത്, ഓക്കെ, ഏറ്റവും കുറഞ്ഞത് അറിയുന്നത് അതിക്ക് മേലെ പോകാനാണ് ചാൻസ് ഉള്ളത്. അതുപോലെ യൂണിവേഴ്സൽ ടോക്കണൊക്കെ നമ്മളെ കയ്യിലുണ്ട്, കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഇവൻറ്റ് ട്രൈ ചെയ്യാൻ പോകുന്നൊരു ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വരാമെന്ന ഇവൻറ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അതുപോലെ ഫ്രീ റിവാർഡ്സിനെ കുറിച്ചും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മളെ കഴിഞ്ഞ വീഡിയോ നിന്ന് പിക്ക് ചെയ്ത ടോപ്പ് പല കമൻറ്റുകൾക്കുള്ള ആൻസർ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബ്രോ കമൻറ്റ് ചെയ്യുന്നത് BTS ബണ്ടിൽ തിരിച്ച് വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്, റിട്ടേൺ വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോസിബിളി വരാനൊക്കെ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചും നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ആയി നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ബ്രോ കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ എലൈറ്റ് പാസ് റിട്ടേൺ വരുമ്പോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എലൈറ്റ് പാസ് നമുക്ക് ഈ കഴിഞ്ഞ 9th ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായിട്ട് പോലും റിട്ടേൺ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അതുകൊണ്ട് നമുക്ക് റിട്ടേൺ വരാനേ പോകുന്നില്ല എന്നല്ല പറയുന്നത്. നമുക്ക് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന നമ്മളെ 10ാമത്തെ ആനിവേഴ്സറി ഉണ്ടല്ലോ, അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ ഓടാല എലൈറ്റ് പാസ് ബണ്ടിലൊക്കെ റിട്ടേൺ വരാൻ ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും അപ്ഡേറ്റ് ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും അതിന് മുമ്പായിട്ട് അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഫാസ്റ്റായിട്ട് തന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ബ്രോ കമൻറ്റ് ചെയ്യുന്നത് നമ്മളെ FFലേക്ക് സ്പൈഡർമാൻ്റെ ഒരു കൊളാബറേഷൻ ഇവൻറ്റ് വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും കൊളാബറേഷൻ ഇവൻറ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട്, എങ്കിൽ പോലും ഈ അടുത്ത കാലത്തൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും കൊളാബറേഷൻ ഇവൻറ്റ് വരാണെങ്കിൽ ഇപ്പോൾ ആ മൂവി ഇറങ്ങുന്നതിന് മുമ്പായിട്ട്, ഇപ്പോൾ ന്യൂ ആയിട്ടുള്ള സ്പൈഡർമാൻ്റെ മൂവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കൊളാബറേഷൻ ഇവൻറ്റ് നമ്മൾ FFൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതെന്തായാലും റിലീസായിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ന്യൂ ആയിട്ടുള്ള സ്പൈഡർമാൻ്റെ മൂവിയൊക്കെ വരാണെങ്കിൽ പോസിബിളി നമുക്കൊരു കൊളാബറേഷൻ ഇവൻ്റ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം അല്ലാതെ നമുക്ക് ഈ ടൈമിലൊന്നും വരാൻ ചാൻസ് കുറവാണ്, വളരെ വളരെ കുറവാണ്, വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വരാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ വഴി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ FFലേക്ക് അപ്കമിങ് ആയിട്ട് വരാവുന്ന ഇവൻറ്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാവുന്ന ഐറ്റത്തിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റും കാലൊക്കെ മാക്സിമം പിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിലൂടെ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.